പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിലെ മാലിന്യ നിക്ഷേപത്തിന് പരിഹാരം കാണുന്നില്ല. സമീപവാസികൾ മാർക്കറ്റ് നവീകരണ പ്രവർത്തനങ്ങൾ തടഞ്ഞു. ഇപ്പം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൊണ്ടിട്ടേക്കുക ഈ വേസ്റ്റുകൾ മൊത്തം മുനിസിപ്പാലിറ്റിക്കാരുടെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെ 3 ഉദ്യോഗസ്ഥരെ ഇട്ടിട്ടുണ്ട്. അവർ ബാക്കിയുള്ള വേസ്റ്റുകൾ കൊണ്ട് ഇവിടെ ഇടുന്നത്. ഇവിടെ ഓരോ വീടുകളിൽ എത്ര രോഗികളുണ്ടെന്നറിയാം. ഞങ്ങളെല്ലാം ഇവിടെ താമസം മാറിപ്പോയി ഈ വാടക കാരണം. പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരണത്തിന്റെ ഭാഗമായി മാർക്കറ്റിനുള്ളിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ എത്തിയ ഉദ്യോഗസ്ഥരെയും JCBയെയും തടഞ്ഞ് സമീപവാസികൾ. ആശുപത്രിയിൽ പോയിട്ട് വന്ന് കിടക്കാൻ കൊതുതിരി കത്തിച്ച് വെച്ചിട്ട് വാട പോകുന്നില്ല. അത്ര സ്മെല്ലാ പെരക്കത്തെടുക്കറിയും നോക്ക്. ഞങ്ങൾ അറിയുന്ന പിള്ളേരെ എല്ലാം വിളിക്കാൻ പറ്റും. വേറെ ആരെയും വിളിക്കാൻ വെക്കോ? കഥ തുറന്ന് നടക്കോ? ഒന്ന് കയറി നോക്ക്. കടയിൽ നിന്ന് കൊണ്ടിരുന്ന തട്ടുന്നുണ്ടപ്പോ ഞാൻ ചോദിച്ചു എന്തിനാ ഇവിടെ തട്ടുന്നേന്ന്. ആ ചോദിച്ച പറയാ എവിടെ തട്ടണോ, എന്റെ വീട്ടിൽ തട്ടണോ എന്ന് ചോദിച്ചതാ. വർഷങ്ങളായി കുന്നുകൂടിയിരിക്കുന്ന മാലിന്യം നീക്കം ചെയ്താൽ മാത്രമേ കെട്ടിടം പൊളിക്കാൻ അനുവദിക്കൂ എന്നാണ് സമീപവാസികൾ പറയുന്നത്. മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ സമീപത്തെ ജനവാസ മേഖലയിൽ നിക്ഷേപിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ദുർഗന്ധവും കൊതുക് ശല്യവും രൂക്ഷമായി പകർച്ചവ്യാധിയുടെ ഭീതിയിലാണ് സമീപവാസികൾ കഴിഞ്ഞുവരുന്നത്. ഇതിനൊരു പരിഹാരം കാണാതെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയാൽ മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ സമീപത്തെ വീടിന്റെ പരിസരങ്ങളിൽ കുന്നുകൂടാൻ സാധ്യത കൂടുതലാണ്. മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അധികൃതരെ പലതവണ സമീപിച്ചെങ്കിലും ഇതുവരെയും ഫലം കണ്ടിട്ടുമില്ല. നമ്മുടെ ഇവിടുത്തെ കൗൺസിലിൻ്റെ അടുത്ത് ഒരു 100 പ്രാവശ്യം വഴിയുടെ കാര്യമാണെങ്കിലും മതിലിൻ്റെ കാര്യമാണെങ്കിലും വേസ്റ്റിൻ്റെ കാര്യമാണെങ്കിലും എല്ലാ കാര്യവും ചെന്ന് പറയും. പക്ഷെ നമുക്കിവിടെ ഒരു കൗൺസിലറുടെ ആക്റ്റീവ് ആയിട്ടുള്ള പ്രവർത്തനം ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുണ്ട്, വയസ്സായവരുണ്ട്, ഹാർട്ട് പേഷ്യൻസ് ഉണ്ട്, അതിന് നമ്മളെല്ലാവരും ഉണ്ട്. നിങ്ങളുടെ ആരെങ്കിലും വീടിൻ്റെ അടുത്ത് ഇങ്ങനെ വേസ്റ്റ് ഇടുന്ന അതിൻ്റെ അടുത്ത് നമ്മൾ എങ്ങനെ താമസിക്കും? അപ്പം ഞങ്ങളിവിടെ താമസിക്കാൻ അത്രയും ബുദ്ധിമുട്ടാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന രാത്രി വരെ ഇതിനകത്ത് ഇങ്ങനെ ശ്വാസം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അത്രയ്ക്കും സ്മെല്ലും ഈച്ചയും, രാത്രിയാകുമ്പോൾ എലിയുടെ ശല്യം, പാമ്പ്, അങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.